Ladies and gentlemen, this is Adarsh and welcome to my comedy. കറുപ്പ് നടിപ്പിൻ നായകൻ സൂര്യ ദ വൺ. സൂര്യക്ക് ഇനി കംബാക്ക് ഇല്ല. സൂര്യ ഫീൽഡ് ഔട്ട് ആയി. എന്തൊക്കെ ആയിരുന്നു കംബാക്ക് പറഞ്ഞാൽ ഇന്തമാതിരി കംബാക്ക് കൊടുക്കണം. ഒരൊറ്റ മനുഷ്യൻ പ്രതീക്ഷിക്കാതിരിക്കുമ്പോ അപ്പ കൊടുക്കണം കംബാക്ക്. ഈ മറ്റേ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് നടക്കുന്നവന്മാർക്കുള്ള ടൈറ്റ് സ്ലാപ്പ്, സെരിപ്പടി. RJB എല്ലാവരും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു. ഈവൻ സൂര്യ ഫാൻസ് വരെ ഞങ്ങൾക്ക് ഈ പടത്തിൽ ഹോപ്പ് ഒന്നുമില്ല, അടുത്ത പടത്തിൽ അണ്ണൻ കംബാക്ക് തരും, ഇങ്ങനെയൊക്കെ ആയിരുന്നു. സോ ഞാൻ ഇതിന്റെ ട്രെയിലർ ഇറങ്ങിയ സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഐ ഹാവ് ഹ്യൂജ് എക്സ്പെക്ടേഷൻ ഫോർ ദിസ് ഫിലിം. അപ്പൊ എനിക്ക് കുറെ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു, അയ്യേ ഇതിലൊന്നും കംബാക്ക് ഒന്നും വരാൻ പോണില്ല, കൊടുത്തില്ലേ കംബാക്ക്, ഇതിലും വലിയ കംബാക്ക് എന്ത്, സ്വപ്നങ്ങളിൽ മാത്രം. ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 100 പടം പൊട്ടിയാലും 200 പടം പൊട്ടിയാലും സൂര്യ ഈ സൂര്യ. അത് മറന്ന് തലയിൽ എണ്ണ തേക്കരുത്. ആളെ ഈ നടിപ്പിൻ നായകൻ എന്നൊക്കെ വിളിക്കുന്നത് ഈ മറ്റേ പൊറോട്ട അടിക്കാൻ പോയിട്ടല്ല. 1000 കോടി സിനിമയ്ക്ക് കളക്ഷൻ നേടിക്കൊടുക്കുന്ന ആക്ടേഴ്സ് ഉണ്ട്, 500 കോടി നേടിക്കൊടുക്കുന്ന ആക്ടേഴ്സ് ഉണ്ട്. അവരെ ആരും നടിപ്പിൻ നായകൻ എന്ന് വിളിക്കുന്നില്ല. ഹീസ് വൺ ഓഫ് ദ ഫൈനസ്റ്റ് ആക്ടേഴ്സ് ഓഫ് തമിഴ് സിനിമയല്ല, ഇന്ത്യൻ സിനിമയാണ്. അത് മറക്കരുത്. ഏജാതി പടം, കിട്ടു പടമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഈ സിനിമ ഫസ്റ്റ് ഷോ ഞാൻ കാണാൻ പോയതാ. തിയേറ്ററിൽ കാലെടുത്ത് വെച്ചതും നോട്ടിഫിക്കേഷൻ വന്നു, ബുക്ക് മൈ ഷോന്റെ പടം ഷോ ക്യാൻസൽ ആയി വന്നു. സീരിയസ്ലി ഭയങ്കര സങ്കടമായിട്ടാണ് ഞാൻ മറ്റേ പടത്തിന് കയറിയിട്ടുണ്ടായിരുന്നു, ടൊവിനോ ബേസിലിന്റെ പടത്തിന്. ആൻഡ് എനിക്ക് അതിലും സങ്കടമായത്, വീട്ടിൽ വന്ന് നോക്കുമ്പോ RJB ഇരുന്ന് കരയും. എല്ലാവരെയും ചിരിപ്പിക്കാൻ മാത്രം അറിഞ്ഞൊരു മനുഷ്യൻ ഇരുന്ന് കരയുമ്പോ അന്ന് ഞാൻ വിചാരിച്ചതാണ് ദിസ് മൂവി ഡെഫിനറ്റ്ലി ഡിസേർവ്സ് അ ലോട്ട്. കിട്ടിയില്ല. എന്താ ബുക്ക് മൈ ഷോയിലൊക്കെ മറ്റേ പൊറോട്ട വിറ്റ് പോണ പോലെയാണ് സാധനം, ടിക്കറ്റ് വിറ്റ് പോണ്. ആരെങ്കിലും പ്രതീക്ഷിച്ച? സൂര്യ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, വെനെവർ യു ഹാവ് ഹോപ്പ്, വെനെവർ യു ഹാവ് ഫെയ്ത്ത്, മാജിക് ഹാപ്പൻസ്. അതന്നെയാണ് നടന്നിരിക്കുന്നത്. പക്ഷെ അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ ചിലപ്പോൾ കുറച്ച് ഡിലേ ആവും, പക്ഷെ അവനവന് കിട്ടേണ്ട റിസൾട്ട് എന്തായാലും കിട്ടിയിരിക്കും. സോ ഇത് തളപതി വിജയ്ക്ക് നറേറ്റ് ചെയ്ത സ്റ്റോറിയാണെന്നാണ് RJB പറയുണ്ടായിരുന്നത്. ആൻഡ് RJB യു ആർ എ തങ്കക്കൊടം. സോ ഇതൊക്കെ വിജയ് ചെയ്തിട്ട് വെച്ചാൽ ഡെഫിനറ്റ്ലി ഈ ഒരു ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ കിട്ടിയിട്ടുണ്ടാവില്ല. ഐ എം നോട്ട് എ ഡൈ ഹാർഡ് സൂര്യ ഫാൻ. ഞാൻ ഡൈ ഹാർഡ് സൂര്യ ഫാൻ ഒന്നും അല്ല, എനിക്ക് സൂര്യ ഇഷ്ടമാണ്. പക്ഷെ ഇത് സൂര്യക്ക് എന്നെ ചെയ്യാൻ പറ്റും. എന്നാ ഒരു ഓറ, എന്നാ ഒരു സ്ക്രീൻ പ്രസൻസ് മോനെ. ശരിക്ക് കറുപ്പ് സ്വാമി, ഇതൊരു ഗോഡ് മോഡ് എന്നൊക്കെ പറയില്ലേ, സൂര്യ ഓൺ ഗോഡ് മോഡ്, അതായിരുന്നു ഈ പടത്തില്. അയ്യോ ഡെഫിനറ്റ്ലി ഒന്നും കൂടി പോയി കാണണം, എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായി. ഇത് ഒരിക്കലും ഒരു ഔട്ട് ആൻഡ് ഔട്ട് മാസ് പടമല്ല, ജസ്റ്റ് ലൈക്ക് ജയിലറോ അങ്ങനെ പോലെ ഔട്ട് ആൻഡ് ഔട്ട് മാസ് പടമല്ല. സ്പൂഫ് എലമെന്റ്സ് ഉണ്ട്, തമാശ, അത്യാവശ്യം നല്ലോണം ചിരിക്കാനുള്ള കോമഡി എലമെന്റ്സ് ഉണ്ട്, ഇമോഷണൽ സീൻസ് ഉണ്ട്. ഈ പുട്ടിന് തേങ്ങ കയറ്റുന്ന പോലെ കുത്തിക്കേറ്റി കരയുടെ പന്നികളെ പറയുന്ന പോലെ അല്ല, ക്വാളിറ്റി ഇമോഷണൽ സീൻ. ആൻഡ് മാസ് സീൻ വന്നു കഴിഞ്ഞാൽ സായി അഭയങ്കർ കത്തിക്കൽ, സൂര്യയുടെ ഒരു സ്ക്രീൻ പ്രസൻസ് തരിച്ചിരുന്നു പല സീനിലും. ഈ സിനിമ തുടങ്ങുന്ന സമയത്ത് സൂര്യക്ക് ഒരു സ്പെഷ്യൽ ടൈറ്റിൽ കാർഡ് കൊടുത്തിട്ടുണ്ട്, ദ വൺ വണ്ട്. ആ സമയത്ത് സായി അഭയങ്കറിന്റെ മ്യൂസിക് വർക്ക് ആ പോയിന്റിൽ ഗൂസ് ബംസ് അടിച്ചു, തരിച്ചു. പിന്നെ സിനിമ തുടങ്ങുന്നത് ഭയങ്കര ഒരു ഇമോഷണൽ രീതിയിലാണ്, കുറെ ഇമോഷണൽ സീൻസും. ആ മറ്റേ ഇന്ദ്രൻ സേട്ടന്റെയും അനങ്ക രവി എന്നാണ് ആ കൊച്ചിന്റെ പേര് തോന്നുന്നു, രണ്ട് പേര് കിടു. യൂഷ്വലി മലയാളം ആക്ടേഴ്സ്, മലയാളികൾ പറഞ്ഞിട്ട് ഈ അരമുറി തമിഴ്, അരമുറി മലയാളം, ഇത് ആ സംഭവമല്ല. അവര് പ്രോപ്പർ ആയിട്ട് മലയാളി ആക്ടേഴ്സിനെ ചൂസ് ചെയ്തു, അവര് പ്രോപ്പർ ആയിട്ട് വന്ന് മലയാളം പറഞ്ഞു. ഇന്ദ്രൻ ചേട്ടന്റെ ഒക്കെ പെർഫോമൻസ് ഉണ്ട് മോനെ, പെട്ടാം. മനസ്സിലാക്കേണ്ട RJB അത്രയും ട്രസ്റ്റ് ഇവരിൽ വെച്ചു, അത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇന്ദ്രൻ ചേട്ടന്റെയും അനഘയുടെയും കുറച്ച് ഇമോഷണൽ സീൻസ് ഒക്കെ ഉണ്ട്, ലിറ്ററലി കണ്ണ് നിറഞ്ഞു എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അജാതി കിടു ഇമോഷണൽ സീൻ. പിന്നെ കുറച്ച് തമാശയും പരിപാടിയൊക്കെ ആയിട്ട് സൂര്യ വരുന്ന സമയത്തൊക്കെ സായി അഭയങ്കറിന്റെ ഒരു കത്തിക്കലുണ്ട്. ആൻഡ് അങ്ങേരി മറ്റേ കറുപ്പൊക്കെ ഇട്ട് വരുന്ന സീനുണ്ട്, ചുരുട്ടൊക്കെ വെച്ചിട്ട്, അത് പെട്ട സാധനമായിരുന്നു. ഇന്റർവെല്ലിന് ഒരു സീൻ ഉണ്ട് മോനെ, ഒരു ബുള്ളറ്റിൽ പോയിട്ട് ഒരു കുതിരയായിട്ടുള്ള ഒരു ട്രാൻസിഷൻ ഒക്കെ ആയിട്ട് പീക്ക് തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ട സാധനം. അച്ചാതി സീനായിരുന്നു അത്, അതൊക്കെ തരിച്ചിരുന്നു. ആൻഡ് സൂര്യക്ക് ഡാൻസ് ചെയ്യാൻ അറിയില്ല,
സൂര്യക്ക് ഒന്നും പറ്റില്ല. ഏജാതി കിടുവായിട്ടാണ് അങ്ങനെ ഡാൻസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പെട്ട സാധനം. ആ പാട്ടൊക്കെ പ്യുവർ തിയേറ്റർ മെറ്റീരിയൽ ആയിരുന്നു. ആൻഡ് സായി അംബേദ്കർ ഹി ഈസ് ദ നെക്സ്റ്റ് ബിഗ് തിങ് ഇൻ ഇന്ത്യൻ സിനിമ. നമ്മൾ ഡ്യൂഡൊക്കെ ഇറങ്ങിയ സമയത്ത് അണ്ണനെ ഇട്ടും വാരിയും കോരിയും ട്രോളി ഉണ്ടായിരുന്നു. ഇത് എനിക്ക് തോന്നുന്നു AR റഹ്മാൻ ആദ്യം ഫിക്സ് ആക്കിയിട്ട് പിന്നെ അങ്ങേര് ഇല്ല പറഞ്ഞാണ് തോന്നുന്നു. ഇതൊക്കെ അങ്ങേര് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഈ ഒരു ലെവൽ എത്തിയിട്ടേ ഉണ്ടാവില്ല. സി ഐ എം നോട്ട് കമ്പയറിങ്. പക്ഷെ മാസ് എലമെന്റ്സ് ഇത് സായി അഭ്യങ്കർ വേറെ റേഞ്ചാണ്. നമ്മൾ ഇതിന്റെ ട്രെയിലർ കണ്ട സമയത്ത് ഇതിലൊരു സീൻ ഉണ്ടായിരുന്നു, കറുപ്പ് സ്വാമിയായിട്ട് വരുന്ന സീന്. എല്ലാരും ട്രോൾ ചെയ്യാൻ വേണ്ടി കച്ച കെട്ടി ഇരിക്കുന്ന സീന് തന്ന ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ഉണ്ട് മോനെ. ഷോക്ക് അടിച്ച് അങ്ങനെ ഇരിക്കും. ആജാതി സാധനം. ആൻഡ് വിത്ത് സായി അഭ്യങ്കർ മ്യൂസിക് വർക്ക് തരിപ്പ് വീണ്ടും കിട്ടി. ഞാൻ പറയാം, കുറെ സ്പൂഫ് എലമെന്റ്സ് ഉണ്ട്, കുറെ റെഫറൻസ് ഉണ്ട്. അതൊക്കെ സ്പോട്ട് ഓൺ ആയിരുന്നു. അല്ലാതെ ഇവിടെ കുറെ റെഫറൻസ് വേണ്ടി കോമാളിത്തരം കാണിക്കലല്ല. കിഡു സീൻസ് ആയിരുന്നു. നല്ല രസവും ഉണ്ടായിരുന്നു, ചിരി വന്നിട്ടുണ്ടായിരുന്നു. ചില സീൻസ് ഒക്കെ ഒരു പ്രീ ക്ലൈമാക്സ് സീനിൽ ഗൂസ് ബോംസ് അടിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇതിലെ കാസ്റ്റിംഗ്, തൃഷ ഒരു അൺവാണ്ടഡ് ലഗേജ് ആവുന്നാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഷി വാസ് ഓൾസോ നൈസ്. ആൻഡ് ഇതിൽ സൂര്യ മറ്റേ ഒരു കാർ ചേസ് സീക്വൻസിൽ ഓടി വരുന്ന ഒരു സീൻ ഉണ്ട് മോനെ. പേട്ടാക്കി സ്ക്രീൻ പ്രസൻസ് അറിയോ. അങ്ങേർക്ക് പറ്റാത്തായിട്ട് ഒന്നുമില്ല. ആൻഡ് ഹീ ഈസ് ഗോയിങ് ടു റൂൾ തമിഴ് സിനിമ. നോക്കിക്കോ, ഇനി നോക്കിക്കോ, വിജയ് മാറി, ഹീ ഈസ് ഗോയിങ് ടു റൂൾ തമിഴ് സിനിമ. നമ്മൾ ഇന്ദ്രൻ ചേട്ടൻ, അനക, ആ കൊച്ചു കിടുവായിരുന്നു. എനിക്ക് ഇതിൽ ആകെ മിസ്കാസ്റ്റ് ആയി തോന്നിയത് മറ്റേ നമ്മുടെ സ്വാസികയുടെ ക്യാരക്ടർ. സ്വാസികയ്ക്ക് ഒന്നും ചെയ്യാനില്ല, എന്തിനും ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ എന്ന് വല്ല പേഴ്സണലി എനിക്ക് തോന്നി. ഏത് നേരം ബിരിയാണി, മറ്റേ കോല ഉരുണ്ട, ലോലിപോപ്പ് പറയാൻ വേണ്ടിയിട്ട്. RJ ബാലാജിയുടെ ക്യാരക്ടർ, മൂക്കുത്തി അമ്മന്റെ ഭയങ്കര ഫാനാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പടം. ഇങ്ങനെ ഡയറക്ട് ചെയ്യുന്ന സിനിമയിൽ ഇങ്ങേർക്ക് കൊടുക്കുന്ന റോളൊക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിരിക്കും. നമ്മൾ വിചാരിച്ച് പീക്ക് കോമാളി ആയിരിക്കും എന്നാണ്. അടിപൊളി വില്ലനായിരുന്നു. സട്ടിലായിട്ട് വില്ലനിസം കാണിക്കുന്ന അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. എനിക്ക് RJ ബാലാജിയുടെ ക്യാരക്ടർ ഭയങ്കര ഇഷ്ടമായി. നമുക്കറിയാം ദൈവമാണ് സൂര്യ. അപ്പൊ സൂര്യ വിചാരിച്ച് എന്ത് വേണമെങ്കിൽ ചെയ്യാൻ പറ്റും, പിന്നെ എന്ത് പ്രശ്നം. അപ്പൊ അങ്ങനെ ഓരോ പോയിന്റിൽ അവർ ഓരോ ട്വിസ്റ്റ് കൊണ്ടുവന്നിട്ട് അടുത്തത് എന്ത് നടക്കുന്നില്ല നമുക്കിങ്ങനെ ഒരു ഹുക്ക് ചെയ്തിരുത്താറില്ലേ, ആ ഒരു രീതിയിലാണ് പടം പോയിക്കൊണ്ടിരിക്കുന്നത്. ഐ ആം കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് വിത്ത് ദിസ് ഫിലിം. ആൻഡ് ടുവേർഡ്സ് എന്റെ ഒരു ടെയിൽ എൻഡ് സീന് കാണിക്കുന്നുണ്ട്. മേ ബി അത് ഭാവിയിൽ നടക്കുകയായിരിക്കും. നടന്ന നല്ലത്, അത്രേ പറയാനുള്ളൂ. ഐ ആം റിയലി സാറ്റിസ്ഫൈഡ് വിത്ത് കറുപ്പ്. സോ വേണ്ടവർ കണ്ടു നോക്കുക. കാണാത്തവരാണെങ്കിൽ ഒരു ഔട്ട് ആൻഡ് ഔട്ട് മാസ് പടം എക്സ്പെക്ട് ചെയ്യാതെ ഒരു സ്പൂഫ് പടം വിത്ത് സം ഗുഡ് റെഫറൻസ്, ചിരിക്കാനുള്ള കുറെ എലിമെന്റ്സ്, നല്ല ഇമോഷണൽ സീൻസ് ആൻഡ് പീക്ക് മാസ് ഐറ്റം, ഇത് പ്രതീക്ഷിച്ച് പോയോ കിട്ടു എക്സ്പീരിയൻസ് ആയിരിക്കും. സോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇത് മറ്റേ എനിക്ക് തോന്നുന്നു കേരളത്തിലെ പല തിയേറ്റേഴ്സിലും എനിക്ക് തോന്നുന്നു സെക്കൻഡ് സ്ക്രീനിലൊക്കെയാണ് ചാർട്ട് ചെയ്തിരിക്കുന്നത്. പല നല്ല സ്ക്രീൻസ് പോലും എനിക്ക് കിട്ടിയിട്ടില്ല. ഇനി വരും ദിവസങ്ങളിൽ കിട്ടുന്ന വിചാരിക്കുക. ദിസ് ഇസ് എ റിയൽ കംബാക്ക്. നമ്മൾ മറ്റേ റെട്രോയിലൊക്കെ അണ്ണന്റെ ഒരു പീക്ക് കംബാക്ക് പ്രതീക്ഷിച്ചതാണ്. ബട്ട് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ കിക്കി എന്ന് ലാസ്റ്റ് പറഞ്ഞിട്ട് കോണ ചിരിച്ചിട്ട് അത് കൊളാക്കി. സ്റ്റിൽ സൂര്യ വാസ് നൈസ് ഇൻ റെട്രോ. ഇത് കറക്റ്റ് കംബാക്ക് പടം.